കോടികളുടെ ഇടപാട് ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇതിനൊക്കെ കൃത്യമായിട്ട് തന്നെ മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ പറ്റൂ. അതല്ലാണ്ട് ഇതിനൊക്കെ നിസ്സാരവൽക്കരിച്ച് കടന്നു പോകാമെന്ന് കരുതരുത്. അതോടൊപ്പം തന്നെ വിദേശ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വിദേശ ബ്രാൻഡ് വിലക്കുറവിലൂടെ ലഭിക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇത് ചെയ്തത് എന്നായിരിക്കും അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത്. ചിരിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സത്യമാകുന്നത് ഏത് കാലഘട്ടത്തിലത്? എന്തിനും ന്യായീകരണം. ഇപ്പൊ കരിമണലിന്റെ കാര്യം പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തിന്റെ ന്യായം? എന്തായിരുന്നു? ബിടെക് വിദ്യാർത്ഥികൾക്ക് തൊഴിലില്ലാതെ അലയുന്നു. ഇങ്ങനെ ഒരു നയപരമായ ഒരു തീരുമാനം UDF-ൽ ആലോചിക്കാതെ, പാർട്ടിയിൽ ആലോചിക്കാതെ, ഒന്നുമല്ല, സഹമന്ത്രിമാരോട് ആലോചിക്കാതെ. പിണറായി വിജയൻ ഒരു ഏകാധിപതി ആയിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ പിണറായി വിജയനേക്കാൾ വലിയ ഏകാധിപതിയല്ല ഇദ്ദേഹം. നമസ്കാരം. മദ്യത്തിന് മാത്രമാണ് വീര്യം കുറവ്, ആരോപണങ്ങളെല്ലാം ഡബിൾ വീര്യത്തിലാണ്. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ കേരളത്തെ ആകെ ഞെട്ടിക്കുന്ന ഒന്നാണ്. വലിയൊരു ഹിമാലയൻ അഴിമതിയുടെ ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രതിസ്ഥാനത്തുള്ളത് എല്ലായ്പ്പോഴും പോലെ സാധാരണ നിൽക്കുന്ന പോലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെ. ഈ മദ്യനയം പ്രഖ്യാപിച്ചത് പോലും ബെക്കാഡി എന്നൊരു വിദേശ കമ്പനിക്ക് സഹായിക്കാനെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതും കൃത്യമായ ഡേറ്റും സമയങ്ങളും അടക്കം. ഇനി ഇതിൽ നിന്നൊരു രക്ഷപ്പെടലെന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം പ്രതിപക്ഷം വിഷയം രാഷ്ട്രീയ കൊടുങ്കാറ്റാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൃത്യമായ തെളിവുകൾ കയ്യിലുണ്ട്. സത്യത്തിൽ എന്തായിരുന്നു വി.ഡി. സതീശൻ ഇവിടെ ലക്ഷ്യമിട്ടിരുന്നത്? അല്ല, നമ്മളിതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയ സമയത്ത് പറയുകയുണ്ടായി. കാരണം വിദേശത്തു നിന്ന് വിദ്യാർത്ഥികൾ കേരളത്തിലെത്തി ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യും. അതിനുശേഷം ആ വിദേശ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വന്ന് പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിദേശ വിദ്യാർത്ഥികളൊക്കെ കേരളത്തിൽ വന്ന് പഠിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് വിദേശ മദ്യം വേണ്ടേ, അവർക്ക് വിദേശത്തുള്ള അവരുടെ ഒരു ബ്രാൻഡ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് എന്നോണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുഖ്യമന്ത്രി ചെയ്തിരിക്കുന്ന നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ വിദേശ ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വിദേശ ബ്രാൻഡ് വിലക്കുറവിലൂടെ ലഭിക്കണം എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയിട്ടാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇത് ചെയ്തത് എന്നായിരിക്കും അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നാടിങ്ങനെ കിടന്നാൽ മതിയോ? നമ്മുടെ നാട്ടിലേക്ക് വിദേശ വിദ്യാർത്ഥികൾ വരികയല്ലേ? വിദേശ വിദ്യാർത്ഥികൾ വരുന്ന സമയത്ത് അവർക്കൊരു ഫോറിൻ ബ്രാൻഡ് വേണ്ടേ? അല്ലെങ്കിൽ വിദേശ ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് ഇവിടെ ഫോറിൻ ബ്രാൻഡ് വേണ്ടേ? അതിന് ഇത്രയും വില കൂട്ടി ഇവിടെ മദ്യം വിറ്റ് കഴിഞ്ഞാൽ അവരാരെങ്കിലും വരുമോ, വാങ്ങിക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ന്യായീകരിക്കുള്ളൂ. അദ്ദേഹത്തിൻ്റെ ന്യായീകരണത്തിൻ്റെ ഒരു ശൈലി അങ്ങനെയായിരിക്കും. പക്ഷെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ബെക്കാഡി എന്ന് പറയുന്ന കമ്പനി അത് 1862 സാന്റിയാഗോ ഡി ക്യൂബയിൽ സ്ഥാപിതമായതാണ്. ഇന്ന് കമ്പനിയുടെ ആഗോള ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഹാമിൽട്ടൺ ബെർമുഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് താഴേക്ക് വരുമ്പോഴത്തേക്ക് ബെക്കാഡി ലോകത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള മദ്യനിർമ്മാണ കമ്പനികളിലൊന്നാണ്. ബെക്കാഡി റമ്മിന് പുറമെ ഗ്രേ ഗൂസ്, ബോംബെ സഫയർ, പാട്രോൺ, ദേവാസ് തുടങ്ങിയ നിരവധി ബ്രാൻഡുകളും ഇവരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പോൾ ഈ ബെക്കാഡി ബ്രാൻഡുകളുടെ ഇറക്കുമതി നടത്തുന്നത് ബെക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു സ്ഥാപനമാണ് നടത്തുന്നത്. അവരുടെ ഓഫീസ് വരുന്നത് ഗുർഗാവിലാണ്, ഹരിയാനയിൽ. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി ചെയ്തതാണെന്ന് അദ്ദേഹം വിശദീകരിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ നടന്നിട്ടുള്ളത് വലിയൊരു അഴിമതിയാണ് എന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ കൊണ്ട ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇവിടെ നിന്നിട്ട് നമ്മളെ തെറി പറയും. കാരണം ചിരിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം സത്യമാകുന്നത് ഏത് കാലഘട്ടത്തിലത്? എന്തിനും ന്യായീകരണം. ഇപ്പൊ കരിമണലിന്റെ കാര്യം പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന സമയത്ത് എന്താണ് അദ്ദേഹത്തിന്റെ ന്യായം? എന്തായിരുന്നു? ബിടെക് വിദ്യാർത്ഥികൾക്ക് തൊഴിലില്ലാതെ അലയുന്നു. അദ്ദേഹം ഈ ഒരു വിഷയത്തിലും ന്യായീകരിക്കാൻ പോകുന്ന കാര്യം ഇതാണ്. വിദേശത്തുള്ള വിദ്യാർത്ഥികൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ അവർക്ക് വിദേശ മദ്യം കുറഞ്ഞ വിലയിൽ നൽകേണ്ടതുണ്ട് എന്നുള്ള ന്യായവുമായിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്നോ നാളെ പത്രക്കാരെ കാണും. അത് കണ്ട് കൈയടിക്കാനായിട്ടും കുറെ വി.ഡി. സതീശന്റെ ആരാധകരുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി നമുക്ക് ഈ ഒരു ഫയലിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. മെയ് 18 മുഖ്യമന്ത്രിയായിട്ട് ശ്രീ വി.ഡി. സതീശനും മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. 2-3 ദിവസം എടുത്ത് വകുപ്പുകളുടെ വിഭജനം നടത്താൻ വേണ്ടി. എനിക്കൊന്ന് വകുപ്പുകളുടെ വിഭജനം നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഫയൽ നിൽക്കേണ്ട എന്ത് കാര്യമിരിക്കുന്നു? മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെ ഒരു നയപരമായ ഒരു തീരുമാനം UDF-ൽ ആലോചിക്കാതെ, പാർട്ടിയിൽ ആലോചിക്കാതെ, ഒന്നുമല്ല, സഹമന്ത്രിമാരോട് ആലോചിക്കാതെ. പിണറായി വിജയൻ ഒരു ഏകാധിപതി ആയിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ പിണറായി വിജയനേക്കാൾ വലിയ ഏകാധിപതിയല്ല ഇദ്ദേഹം. കാരണം ഇദ്ദേഹം തന്നിച്ചൊരു സർക്കാരായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി മന്ത്രിമാരെല്ലാം അവർക്ക് തോന്നിയ വഴി. ഇതെന്താ നാഥനില്ല കളരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളം പനിച്ചു വരച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ മെയ് മാസം 18 ഈ ഫയല് വീണ്ടും ടേക്കപ്പ് ചെയ്യുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു മുഖ്യമന്ത്രി. 21 രാവിലെ 8:45 ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതിലാൽ ഈ ഫയല് പതുക്കെ അനക്കി തുടങ്ങുന്നു.
2.5 മണിക്കൂർ കൊണ്ട് ഈ ഫയൽ നിയമമായിട്ട് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അഴിമതി ഇല്ല എന്ന് ഇനി എത്ര ചിരിച്ചു വന്ന് പറഞ്ഞാലും ആരെങ്കിലും സമ്മതിക്കുമോ? ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ നീങ്ങിയൊരു ഫയൽ ഇതായിരിക്കും. സത്യമാണത്. ഇത്ര വേഗത്തിൽ നീങ്ങിയ വേറെ ഏത് ഫയലാണത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഹോൾഡ് ചെയ്ത ഒരു ഫയൽ 2023 ഈ അപേക്ഷ വന്ന സമയത്ത് ഹോൾഡ് ചെയ്ത ഒരു ഫയലാണ് ബക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അപേക്ഷയുടെ മേൽ ഇത് അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറിപ്പെഴുതി നീ ഇതാക്കി മാറ്റിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അതിനുശേഷം അത് ബഡ്ജറ്റിൽ അവതരിപ്പിക്കുന്നു. കോടികളുടെ ഇടപാട് ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇതിനൊക്കെ കൃത്യമായിട്ട് തന്നെ മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ പറ്റൂ. അതല്ലാണ്ട് ഇതിനൊക്കെ നിസ്സാരവൽക്കരിച്ച് കടന്നു പോകാമെന്ന് കരുതരുത്. എക്സൈസ് മന്ത്രി ഇതൊന്നും പറഞ്ഞിട്ടില്ല. എക്സൈസ് മന്ത്രി ശക്തമായ പ്രതിഷേധവുമായിട്ട് രംഗത്ത് വന്നല്ലോ. മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പ്രതിഷേധം അറിയിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്താ അറിയോ? മന്ത്രിമാരുടെ ഓഫീസുകൾ പ്രവർത്തന സജ്ജമായിട്ടില്ല. കാരണം എന്താണ്? മന്ത്രിമാർ ഏതെങ്കിലുമൊക്കെ സ്റ്റാഫിനെ റെക്കമെൻഡ് ചെയ്യും. മുഖ്യമന്ത്രി അതെല്ലാം റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 മാസം കഴിഞ്ഞിട്ടും പല മന്ത്രി ഓഫീസുകളും സജീവമല്ല. പനിച്ചു വിറയ്ക്കുന്ന ആരോഗ്യവകുപ്പ്, ഈ ആരോഗ്യവകുപ്പിന്റെ ഓഫീസ് പോലും സജ്ജമല്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയ അവസ്ഥ എന്താണെന്ന്. എത്ര ഏകാധിപത്യപരമായിട്ടുള്ള രീതിയിലേക്ക് കൂടിയാണ് മുഖ്യമന്ത്രി കടന്നു പോകുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്ക്. വി എം സുധീരൻ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടിരുന്ന മുസ്ലിം ലീഗ് ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. ലീഗ് എല്ലാ കാലത്തും മദ്യത്തിനെതിരാണ്. ലീഗ് ആർക്ക്? മദ്യത്തിനെതിരാണ്. പക്ഷെ വി ഡി സതീശൻ അനുകൂലമായിരുന്നല്ലോ. അതാണ് അവർ ഇപ്പോഴത്തെ വി ഡി സതീശൻ അനുകൂലമായിരുന്നല്ലോ. കാരണം ഇതെങ്ങനെയാണ് ഭരിക്കേണ്ടതെന്നും എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്നും അറിയാൻ പാടില്ലാത്തൊരു വ്യക്തികൾ ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്നു കേരളത്തിന്റെ മണ്ണിൽ. അതിനുശേഷം കുറെ എന്താ പറയുക വിവരദോഷികളായിട്ടുള്ള ആളുകൾ ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഇവിടെ ബുദ്ധിമാനായിട്ട് അഭിനയിക്കാന്നേ. ആർക്ക് വേണമെങ്കിലും. എത്ര ആളുകളുടെ കോട്ടും സൂട്ടും ഇട്ട് വന്നിട്ട് ആളുകളെ പറ്റിച്ചിട്ട് പോയേക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണിത്. അതിന്റെ അപ്പുറത്തേക്കൊന്നും കരുതാൻ പറ്റത്തില്ല. ഇത് വലിയ അഴിമതിയാണിത്. വലിയ അഴിമതി എന്ന് പറഞ്ഞാൽ ചെറിയ അഴിമതി എന്നല്ല, വലിയ അഴിമതിയാണ് ഇതിൽ നടന്നിട്ടുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന ഇതിലും വലിയ അഴിമതികളായിരിക്കും. കത്തോലിക്ക സഭ മാർ ജോസഫ് പാംപ്ലാനി അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത്? ഗാന്ധിയുടെ പാർട്ടിക്കാരല്ലേ കേരളം ഭരിക്കുന്നത്, അപ്പോൾ മദ്യത്തിനൊക്കെ ഇങ്ങനെ ആനുകൂല്യങ്ങൾ നൽകാൻ പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവരൊരു സൈഡിലൂടെ ഓപ്പറേഷൻ തുഫാൻ ലഹരിക്കെതിരെ, മറു സൈഡിൽ ലഹരി പ്രോത്സാഹിപ്പിക്കും. അത് തന്നെയല്ലേ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്. തുഫാൻ പോലൊരു പദ്ധതി കേരളത്തിലെ ഒരു യുവതലമുറയെ മുഴുവൻ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ വലിയൊരു പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വൻ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇതുപോലെ മദ്യത്തിന് 20% മാത്രം ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യത്തിന് നേർപകുതി 50% നികുതി ഇളവ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് അഴിമതിയില്ല എന്ന് പറയാൻ പറ്റുമോ? ബക്കാഡി കേരളത്തിൽ കണ്ണുവെച്ചിട്ട് കുറച്ച് കാലമായെന്ന് നമുക്ക് വ്യക്തമായി. ഇപ്പൊ തന്നെ അല്ല, ബക്കാഡി കേരളത്തിൽ കണ്ണുവെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നിർമ്മാണ യൂണിറ്റിനെ കുറിച്ചൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അതൊക്കെ ആയിക്കൊള്ളട്ടെ. പക്ഷെ ബക്കാഡിയുടെ നിർമ്മാണ യൂണിറ്റ് വരുന്നതിനെ നമ്മൾ എതിർക്കുന്നില്ല. എന്നാൽ ആ നികുതിയിൽ ഇളവ് കൊടുക്കുന്നതിനെയാണ് നമുക്ക് എതിർപ്പ്. 10% കണ്ടന്റുള്ള മദ്യം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ 20% കണ്ടന്റുള്ളതായിക്കോട്ടെ, 30% കണ്ടന്റുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ 100% കണ്ടന്റുള്ളതായിക്കൊള്ളട്ടെ, നികുതി പിരിക്കേണ്ടത് ഒരു ഏകീകൃത സ്വഭാവത്തോടു കൂടിയിട്ടായിരിക്കണം. പലതിനും പല നികുതികൾ ഏർപ്പെടുത്താൻ പാടില്ല. പെട്രോൾ GSTയിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇവിടെ ഒരു പ്രത്യേകമായിട്ടൊരു അജണ്ട പോലെ 2.5 മണിക്കൂർ കൊണ്ട് ഒരു ഫയലിന് തീർപ്പ് കൽപ്പിക്കുന്നത്. ഏറ്റവും വേഗതയിൽ ഒരു അഴിമതി ഫയൽ തീർപ്പ് കൽപ്പിച്ച മുഖ്യമന്ത്രി എന്ന രീതിയിലായിരിക്കും ചരിത്രം വി ഡി സതീശനെ രേഖപ്പെടുത്തുക എന്നുള്ളത് ഓർക്കുക. ഇത് കൂടാതെ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. കാസർഗോഡുള്ള കാഷ്യുവുമായി ബന്ധപ്പെട്ടിട്ട് ഫെനി നിർമ്മാണം, ഫെനി ഗോവയുടെ തന്നെ ഒരു മെറ്റീരിയലാണ്, പേറ്റന്റുള്ളതാണ്, നമുക്കാർക്കും നിർമ്മിക്കാൻ സാധിക്കില്ല. പക്ഷേ അതിൻ്റെ മറ്റൊരു വേർഷൻ നമുക്കിവിടെ നിർമ്മിക്കാമല്ലോ. അതിനു വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ പഴശേഖരണം ഉൾപ്പെടെ പച്ചക്കറിയിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സാധിക്കുമല്ലോ. അപ്പോൾ അതിനുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ബക്കാഡി പോലെയുള്ള ഒരു മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ഭീമന്റെ എൻട്രി എന്ന് പറയുന്നത്. ഈ ഒരു കാര്യത്തെ നിസാരവൽക്കരിച്ച് കളയാൻ സാധിക്കില്ല കേരളത്തിന്. ഇത് വലിയ അഴിമതിയാണ്, ചെറിയ അഴിമതിയല്ല, ഇത് വലിയ അഴിമതിയാണ്. ഇനി വിദേശത്തുള്ള വിദ്യാർത്ഥികൾ കേരളത്തിൽ പഠിക്കാൻ വരുമ്പോഴത്തേക്ക് അവർക്ക് വില കുറഞ്ഞ് മദ്യം നൽകാനാണെന്നുള്ള ലോജിക്കുമായി വരരുത്. അല്ലെങ്കിൽ വിദേശ ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് കുറഞ്ഞ വിലയിൽ മദ്യം ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നികുതി ഇളവ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയരുത്. അത് കേരളത്തിലെ മലയാളികളുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ലോകത്ത് എവിടെയും വിദേശ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മദ്യത്തിന് നികുതി കുറച്ചൊരു കഥ ഞാൻ അല്ല, പക്ഷെ ഇദ്ദേഹം അതിനെയും ന്യായീകരിക്കും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് എന്തിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബിടെക് വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കാത്തതുകൊണ്ടെന്നാണ്.
ബിടെക് വിദ്യാർത്ഥികൾക്ക് ക്വാളിറ്റി ഇല്ല, അവരുടെ വിദ്യാഭ്യാസത്തിന് പ്രശ്നമുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അവർക്ക് ഒരിടത്തും ജോലി കിട്ടത്തില്ല. ഞാൻ പറയട്ടെ, ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള പല ബിടെക് എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും ഒരു നിലവാരം എന്താണെന്ന് പരിശോധിക്കട്ടെ. പഠിപ്പിക്കാൻ നല്ല ഫാക്കൽറ്റീസ് ഇല്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്ന സമയത്താണ് അദ്ദേഹം കേരളത്തിന്റെ പൊതുബോധത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നത് ഇവിടെ ബിടെക്കുകാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എന്ന പമ്പര വിഡ്ഢിത്തരം അദ്ദേഹത്തിനോട് വേറെ ആർക്കും പറയാൻ സാധിക്കുമോ? ഒരാൾക്ക് പറയാൻ സാധിക്കില്ലല്ലോ. ഏതൊക്കെയായാലും ഇത് വലിയൊരു അഴിമതിയാണ്. ഗാന്ധിയുടെ കോൺഗ്രസ് ആണിത്. ആ കോൺഗ്രസിനകത്ത് തന്നെ മദ്യനിരോധനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ശക്തമായി വാദിച്ചിട്ടുള്ള ആളാണ് മഹാത്മാഗാന്ധി. അത് കൂടാതെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടേ, ചാരായ നിരോധനം കൊണ്ടുവന്ന ആളല്ലേ AK ആന്റണി. ഈ AK ആന്റണിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? VM സുധീരൻ അതിശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം സംഘടനകൾ അതിശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കത്തോലിക്ക സഭ അതിശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. AK ആന്റണിയുടെ അഭിപ്രായം അറിയാനായിട്ട് കേരള പൊതുസമൂഹത്തിന് താല്പര്യമുണ്ടെന്നേ. AK ആന്റണിയൊക്കെ കൂടിയായിട്ടാണല്ലോ ഇദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാരണം ഇദ്ദേഹം തനിച്ചൊരു വശത്തേക്ക് വഞ്ചി തുഴയുന്നു, ബാക്കി മന്ത്രിമാരെല്ലാം മറ്റൊരു വശത്തേക്ക് വഞ്ചി തുഴയുന്നു. ഇതെന്തൊരു അവസ്ഥയാണിത്? ഏതൊക്കെയായാലും ഇത് മുഖ്യമന്ത്രിയുടെ രാജിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ തന്നെയും ഒരു കാര്യം പറയാം, ഇതൊരു അഴിമതി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. 2.5 മണിക്കൂർ കൊണ്ട് ഈ ഫയൽ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഫയലിനകത്തുള്ളത് വമ്പൻ അഴിമതിയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല.